ഒരു ഇൻസുലേറ്റഡ് വയറിലൂടെ AC സപ്ലൈ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കത് ആ ഇൻസുലേഷൻ മാറ്റാതെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ സർക്യൂട്ടിൽ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്താണ്? അപ്പോൾ നമുക്കൊരു കോൺടാക്റ്റ് ഇല്ല കേട്ടോ. അതിൽ കോൺടാക്റ്റ് ഇല്ലാതെ നമുക്ക് കോൺടാക്റ്റ്ലെസ് ആയിട്ട് AC സപ്ലൈ പോകുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സർക്യൂട്ടിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സർക്യൂട്ട് ഡയഗ്രം നോക്കുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സർക്യൂട്ട് ഡയഗ്രം. ഇപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയുള്ളത്? അതിൽ നമുക്ക് 2 ട്രാൻസിസ്റ്ററുകളാണ് എടുത്തിരിക്കുന്നത്. അത് BC547, അതായത് NPN ട്രാൻസിസ്റ്ററാണ്. അതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിൻ്റെ ലെഗ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും: കളക്ടർ, ബേസ്, എമിറ്റർ, അല്ലേ? ആ പരന്ന ഭാഗം മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ, ബേസ്, എമിറ്റർ. അപ്പം ഇത് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കണക്ഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? എമിറ്ററിൽ നിന്നും ബേസിലേക്ക് 2 ട്രാൻസിസ്റ്ററിൻ്റെയും കളക്ടർ പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ ട്രാൻസിസ്റ്റർ, അതായത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്നും നമ്മളൊരു കോയിൽ, ഇതുപോലൊരു കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വയർ ഇതുപോലൊരു പെൻസിലിനകത്ത് ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി. ഇൻസുലേഷൻ കളഞ്ഞൊരു വയർ ഇതുപോലെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ചെറിയൊരു കോയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിനെ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ളൊരു വയറിൻ്റെ സ്ലീവ് കളഞ്ഞങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഈ കോയിൽ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിനകത്ത് ഉള്ളത്. പിന്നുള്ളത് റെസിസ്റ്റൻസ്, ഒരു LED. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം, എന്താ ഇതിൽ സംഭവിക്കണമെന്നുള്ളത് നോക്കാം. ഇതിപ്പം ഒരു കോൺടാക്റ്റ് ഇല്ലാതെ ഇതെങ്ങനെയായിരിക്കും കത്തുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു ലെവലിൽ നിന്ന് തുടങ്ങാം. ഇത് കോൺടാക്റ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ലെവലിൽ നിന്ന് നമുക്ക് തുടങ്ങണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അസംബ്ലി ഒന്ന് ചെയ്യാം കേട്ടോ. ഇത് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തിയറി പാർട്ടിലേക്ക് വരാം. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു LED. ഇതൊരു LED ആണ്. LED ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോയിലുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്ന് ചെയ്യാം. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രെഡ് ബോർഡിലാണ് നമ്മൾ കണക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡ് എടുത്തു. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് കണക്ട് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ട്രാൻസിസ്റ്ററുകൾ തന്നെയാണ് പരന്ന ഭാഗം മുന്നേക്ക് വെച്ചിട്ട് മുൻപോട്ട്, അതായത് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കത്തക്ക രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ 1, 2 ട്രാൻസിസ്റ്ററുകളും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പം ഈ ഇടതുവശത്താണ് ഇത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഇവിടുത്തെ കണക്ഷൻസ് നോക്കാം. എമിറ്ററിൽ നിന്ന് നെക്സ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്. സോ എമിറ്ററിൽ നിന്നും, എമിറ്റർ ഏതാണ്? ഈ കാണുന്നതാണ് എമിറ്റർ, അതായത് ഇങ്ങ് അറ്റത്തെയാണ് എമിറ്റർ. എമിറ്ററിൽ നിന്നും നെക്സ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്നത്. അപ്പോൾ ബേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ എന്താണ് പോയിന്റ് പറയുന്നത്? കളക്ടർ പോസിറ്റീവ് വോൾട്ടേജാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങറ്റത്തുള്ളത്. കളക്ടറിനെ നമ്മൾ പോസിറ്റീവാക്കി. എമിറ്ററിലേക്ക് എമിറ്ററിൽ നിന്ന് ബേസിലേക്കും കളക്ടറിനെ പോസിറ്റീവാക്കി. ഇനി എന്തുണ്ട്? രണ്ടാമത്തെ എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടല്ലേ? നമുക്കിപ്പോൾ ഗ്രൗണ്ടും കൂടെ അങ്ങ് ചെയ്തേക്കാം. രണ്ടാമത്തെ എമിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് കോയിലിൻ്റെ പോയിന്റ്, അല്ലേ? കോയിൽ നമ്മൾ എവിടെ ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്? ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അറ്റത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ജമ്പർ വയർ ഉപയോഗിക്കുന്നു കേട്ടോ. കോയിൽ എനിക്ക് അറ്റത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംവിധാനം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളതും കണക്ട് ചെയ്യും. അപ്പോൾ ഈ കോയിലിൻ്റെ കണക്ഷനും കഴിഞ്ഞു. പിന്നെയുള്ള റെസിസ്റ്റൻസ് ആൻഡ് LED. നമ്മൾ റെസിസ്റ്റൻസും LEDയും കണ്ടു. അപ്പം ഈ 9 വോൾട്ടിൽ നിന്ന് ഡയറക്റ്റ് സപ്ലൈ റെസിസ്റ്ററിലേക്കാണ് വരുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് തന്നെയാണ്. റെസിസ്റ്ററിലേക്ക് സപ്ലൈ കൊണ്ടുവരുന്നു. അതിനുശേഷം അവിടുന്ന് എങ്ങോട്ട് പോകണം? LED ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാം കൂടെ കുളമാക്കേണ്ട ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ,
നമ്മൾ LED കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് വേണം? നമുക്ക് പവർ സപ്ലൈ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് മുകളിൽ നെഗറ്റീവ് താഴെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ചെയ്യില്ലയോ എന്നുള്ളത് അറിയണമല്ലോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആ കണക്ഷൻ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പവർ സപ്ലൈ ലൈൻ എന്ന് പറയുന്നത് ഈ റെഡ് ലൈനാണ് കേട്ടോ. അപ്പോൾ റെഡ് ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ, അതായത് റെഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. നമുക്കിനി ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മുടെ സ്ലീവിൻ്റെ പുറത്തു കൂടെ ഇത് കണ്ടെത്തി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം, നമുക്ക് ആദ്യത്തെ എന്താണ് ഇൻപുട്ട് പാർട്ടാണ്. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങുക കേട്ടോ. നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇൻപുട്ട് പാർട്ടിൽ എന്താ ഉള്ളത്? ഒരു കോയിലാണ് ഉള്ളത്. ഇതിലേക്ക് ഇതെങ്ങനെയാണ് ഒരു സെൻസറായി മാറിയത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മൾ ഫേസ് ലൈനിലാണ് നമ്മൾ ചെക്ക് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ആ ഫേസ് ലൈനിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു കണ്ടക്റ്റിംഗ് വയറുണ്ട് അല്ലേ. ഒരു കണ്ടക്റ്റിംഗ് വയറിലൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു AC കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. AC കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ കോയിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഇൻസുലേഷൻ ഉണ്ട് അല്ലേ, ഒരു ഇൻസുലേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കോയിലിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു അല്ലേ. ഞാൻ ഇവിടെയാണ് കോയിലിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ കോയിലും എന്താണ്? ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ആണ്. അപ്പം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് എന്താണ് ശരിക്കും ഇത് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിയേ. 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലേ. ഇത് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു കപ്പാസിറ്ററിനെ പോലെ തോന്നുന്നില്ലേ അല്ലേ. ഒരു കപ്പാസിറ്ററായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. 2 കണ്ടക്റ്റിംഗ് പോയിൻറ്റും അതിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം, അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും കൂടെ വന്നിട്ട് ഇത് ഒരു കപ്പാസിറ്റർ പോലെ, കപ്പാസിറ്റർ ആണെന്ന് എടുത്ത് പറയാൻ പറ്റില്ല, അത്ര എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല, കാരണം നമ്മളിങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? ഇവിടെ വരുന്ന വോൾട്ടേജ് ഇപ്പം കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പാസിറ്റീവ് വോൾട്ടേജ് ഇപ്പുറത്ത് വരത്തില്ലേ, ഇതിൽ ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ അതെന്തായിരിക്കും? വളരെ കുറവായിരിക്കുമല്ലേ, ചെറിയൊരു മൈന്യൂട്ട് ലെവൽ, ചെറിയൊരു കറണ്ടിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പാസ് ചെയ്യും. കാരണം ഇത് എക്സാക്ട്ലി ആ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതല്ല. നമ്മൾ ഈ കപ്പാസിറ്റൻസാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു എന്ത് കിട്ടും? ഒരു ചെറിയ വോൾട്ടേജ്. അത് ശരിക്കും ഒരു നാനോ ആംബിയറിലായിരിക്കും കേട്ടോ. നാനോ ആംബിയർ റീജിയനിലേക്ക് വരുന്നൊരു വളരെ ചെറിയ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് വളരെ ചെറിയൊരു കറണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ചെറിയ കറണ്ട് കൊണ്ട് നമുക്ക് LED പ്രകാശിപ്പിക്കണം. ഈ LED പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ, LED കത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? LED കത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവണം, വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മൾ പോസിറ്റീവിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് LED വരെ കറണ്ട് വന്ന് നിൽപ്പുണ്ട്. ഇതിങ്ങനെ താഴോട്ട് ഈ ലൈനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവണം. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കണം. ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ട്രാൻസിസ്റ്ററിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ആ ട്രാൻസിസ്റ്റർ വഴി ഒരു കറണ്ട് ഇവിടെ വരുന്നുണ്ട്. ഈ കറണ്ട് ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെയാണ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയറിനൊരു പേരുണ്ട്. ഈ 2 ട്രാൻസിസ്റ്റർ ഇത് കൂട്ടണ്ട, ഇതൊരു ലൈനായിട്ട് കൂട്ടിയാൽ മതി. ഈ 2 ട്രാൻസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് 2 ബേസിലേക്കും എമിറ്ററിലേക്കും പിന്നെ കളക്ടർ 2 പോസിറ്റീവ് ആക്കിയൊക്കെ കണക്ട് ചെയ്യുന്നത്. ഈ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഡാർലിംഗ്ടൺ പെയർ. ഡാർലിംഗ്ടൺ പെയർ എന്നാണ് ഈ ഒരു കണക്ഷനെ നമ്മൾ വിളിക്കുന്നത്. അത് ഈ ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കണക്ഷൻ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വളരെ രസകരമായിട്ടുള്ള സർക്യൂട്ടാണ്. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു നാനോ ആംപിയർ കറണ്ടേ വരുന്നുള്ളൂ. ബേസിലേക്ക് ഈ വരുന്ന ചെറിയൊരു കറണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എമിറ്ററിൽ വരുന്ന കറണ്ട് എത്രയായിരിക്കും? അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് ബേസ് കറണ്ടാണ്. ഈ ബീറ്റ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അത് ഓരോ ട്രാൻസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ അതൊരു മാറാത്തൊരു വാല്യൂ. നമ്മളതിനെ HFE എന്നൊക്കെ വിളിക്കും. ഇപ്പം നിങ്ങൾ ചില മൾട്ടിമീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് HFE എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഗെയിൻ വാല്യൂ, അതായത് ശരിക്കും അതൊരു കറണ്ട് ഗെയിനാണ്. അപ്പം അതെന്താണെന്നുള്ളത് ട്രാൻസിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ബീറ്റ ടൈംസ് IB ആയിരിക്കും I എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-നേക്കാളും കൂടിയ വലിയ വാല്യൂ ആണ്, 100-നേക്കാളും കൂടുതലുള്ളൊരു വാല്യൂ ആണ്. അപ്പം ഇവിടെ വരുന്ന നാനോ ആംപിയർ കറണ്ട് അത്ര ഇരട്ടി, 100, 150, 200 ഇരട്ടി കറണ്ട് കൂടിയതിന് ശേഷം എവിടെ വരും? രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരും. മനസ്സിലായോ? അതാണ് കറണ്ട് ഗെയിൻ. അപ്പോൾ അത്രയും കൂടിയ കറണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ട്രാൻസിസ്റ്ററിനെ ഓണാക്കാനുള്ള അത്രയും കറണ്ട് എന്തായിട്ടുണ്ടാവും? ഇവിടെ വന്നിട്ടുണ്ടാവും.
അപ്പോൾ എന്ത് പറ്റും, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ഈ കറണ്ട് ഇതുവഴി ഫ്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലോ അല്ലേ, കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്കോ ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവുകയും ഈ LED പ്രകാശിക്കുകയും ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഇൻഡിവിജ്വൽ, ഇപ്പം ഞാൻ 2 IC വെച്ചുണ്ടാക്കിയില്ല, അങ്ങനെ 2 IC വെച്ചുണ്ടാക്കാതെ അതൊരു സിംഗിൾ പാക്കേജിൽ കിട്ടും. ഡാർലിംഗ്ടൺ പെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ IC ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഹൈ ഗെയിൻ വേണ്ട സ്ഥലത്ത്, കൂടുതൽ കറണ്ട് ഗെയിൻ ആവശ്യമായി വരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാർലിംഗ്ടൺ പെയർ കൂടുതലും സെൻസേഴ്സിലൊക്കെ ആയിരിക്കും. കാരണം സെൻസറുകളിൽ നിന്നൊക്കെ വരുന്ന ചെറിയ കറണ്ടിനെ പോലും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം ഡാർലിംഗ്ടൺ പെയർ സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ 2 ഉപയോഗിച്ചിരിക്കുന്നത്, 2 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇതേപോലെ ഇതിൻ്റെ പുറകിൽ വേറൊരു ട്രാൻസിസ്റ്ററും കൂടെ വെച്ച് എന്ത് സംഭവിക്കും? അതുപോലെ അതിൻ്റെ പുറകെ ഞാൻ വേറൊരു ട്രാൻസിസ്റ്റർ വെച്ച് എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാൻ എല്ലാം പറഞ്ഞു തരുന്നില്ല, കാരണം നമ്മുടെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും, ഇപ്പം ഞാനൊരു സർക്യൂട്ട് ചെയ്യുന്നത് കാണിച്ചു തന്നു, നിങ്ങൾ അതുപോലെ അത് നോക്കി ഫിക്സ് ചെയ്തു, നിങ്ങൾ ഓണാക്കി, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ അതിൽ നിങ്ങളൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ ശരിക്കും പഠിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് സർക്യൂട്ടുകൾ വരച്ച് നിർമ്മിച്ച് അതിൽ പ്രശ്നം ഉണ്ടാവണം. ഇപ്പം നമ്മുടെ ഈ സർക്യൂട്ടിലൊരു പ്രശ്നമില്ലേ? എന്താ പ്രശ്നം? LED എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കത്തി നിൽപ്പുണ്ട്. നമ്മൾ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രകാശം കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് റെസിസ്റ്ററിൻ്റെ വാല്യൂവിൽ വന്ന അതെ, നമുക്കിതിൻ്റെ വാല്യൂഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണത്. ഇത് മിസ്റ്റേക്കാണ്. അപ്പോൾ ആ മിസ്റ്റേക്കിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ മിസ്റ്റേക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിലേക്ക് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ ഈ സർക്യൂട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ വർക്ക് ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ അതിൽ വ്യത്യാസം കാണും. കാരണം HFE വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെടുക്കുന്ന ട്രാൻസിസ്റ്ററിന് വ്യത്യാസമാക്കാം. ഈ BC547 വേണമെന്ന് തന്നെ നിർബന്ധമില്ല കേട്ടോ. 2N222 അല്ലാതെ നിങ്ങളുടെ നമ്മൾ ഈ NPN ട്രാൻസിസ്റ്റർ ഏത് വേണം ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന NPN ട്രാൻസിസ്റ്ററിൽ ഇത് കറക്റ്റായിട്ട് വരുന്നില്ലേ? അപ്പോൾ അതിനെന്താണ് കാരണം? അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്, അത് സ്വയം ആലോചിച്ചിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ വാല്യൂസ് മാറ്റിയിട്ട് നോക്കുക, റെസിസ്റ്റൻസ് വാല്യൂസ് മാറ്റി നോക്കുക അല്ലേ, കണക്ഷൻസ് ഒക്കെ. അതാണ് ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്, പഠിപ്പിക്കാൻ. നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡിസൈൻ ലെവലിൽ പഠിക്കണം. നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, സർക്യൂട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ നമ്മളൊരു സർക്യൂട്ട്, ഒരു ബോർഡ് നോക്കിയിട്ട് അതുപോലെ അത് എളുപ്പമാണ്. ഒരു വീഡിയോ നോക്കിയിട്ട് കുറേ കമ്പോണൻസ് കുത്തി വെച്ചിട്ട് വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. എന്തിനാണ് അവിടെ അത് വച്ചത്? ഇവിടെ ഞാൻ ഇങ്ങനൊരു സാധനം കൂടെ വച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഫുൾ സാധനം മാറ്റിയിട്ട് ഇവിടെ എനിക്കൊരു ബസർ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അടുത്തുകൊണ്ട് വരുമ്പോൾ സൗണ്ട് കേൾക്കുന്ന രീതിക്ക് ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്കിവിടെ വേറെ എന്തെങ്കിലും വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്. വോൾട്ടേജ് മെഷർ, ആ കവറിലൂടെ പോകുന്ന വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് വരികയും ഒരു ക്യൂരിയോസിറ്റി വരികയും അതിലൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നമുക്കൊരു താല്പര്യം ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സർക്യൂട്ട് 1-2 തവണ ഉണ്ടാക്കി നോക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക്സ് ആണ്. നമ്മളൊരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റിൽ എടുക്കുക. ആദ്യം വർക്ക് ചെയ്തില്ല എന്നുണ്ടെന്ന് നിരാശപ്പെടരുത്. വീണ്ടും ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് എത്തുന്നവരെ ട്രൈ ചെയ്യുക. വാല്യൂസ് മാറ്റി ഈ ഒരു വാല്യൂവിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വാല്യൂ കാൽക്കുലേഷൻ ചെയ്യുക, അടുത്ത വാല്യൂ സ്വയം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ ചുമ്മാ മാറ്റിയിടുക. 2.2 ഒക്കെ ആയിട്ടു, ഇതിൻ്റെ ഹയർ വാല്യൂ എടുത്തിടാം, ശരി ഇതിൻ്റെ ലോവർ വാല്യൂ ഇടാം. അങ്ങനെ നിങ്ങളത് ചെയ്തു നോക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട്, അങ്ങനെ ചെയ്തിട്ടൊരു റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ചെയ്യാനുമുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു AC ടെസ്റ്റർ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ശരിക്കും കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു രീതിക്ക് വേണം ഈ ഒരു സർക്യൂട്ടിൻ്റെ കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മെത്തേഡ് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്താണ്, നിങ്ങൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ വരാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഗുണകരമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ ട്യൂട്ടോറിയൽസുമായിട്ട് ഞാനൊരു അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.